ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ചാനലിൽ ഇട്ടിരുന്നു. കുറേ പേരൊക്കെ അത് കണ്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലരെങ്കിലും അത് അറിയാതെ എന്നോട് വാട്സപ്പിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് വീഡിയോ ഇല്ലേ, കാത്തിരിക്കുകയാണല്ലോ എന്നല്ല. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഗുരുവായൂരായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ 2 ദിവസത്തേക്കായിട്ട് പോയതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്ന പോലെ കംഫർട്ടബിളായിട്ട് നമുക്ക് പുറമേ നിന്ന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല നമ്മൾ കൂടുതൽ സമയം അമ്പലത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ ഒരുപാട് പേര് കമൻസിലൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കോ വേണ്ടിയിട്ടല്ല, നമ്മുടെ ദക്ഷ കാണുന്ന എല്ലാവർക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു നല്ല മനസ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടട്ടെ എന്ന് തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ, നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള, നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത്, ആരെ മനസ്സിൽ വിചാരിച്ചിട്ടാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത്, ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളായിരിക്കും. അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ലെവൽ മറ്റൊരു രീതിയിലേക്ക് മാറും എന്ന് ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു ബന്ധം തന്നെയാണിത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഒരുപാട് ഹാപ്പി ആയിട്ടിരുന്നതായി നമുക്ക് പറയാൻ സാധിക്കും. അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവരെ ഒരു വിക്ടറി പോലെയാണ് ആഘോഷിച്ചിട്ടുള്ളത്. ചിലപ്പോൾ അവർ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടാവും, വളരെ പ്രൗഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ അവർക്ക് കിട്ടി, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ അത്രത്തോളം പ്രഷ്യസ് ആയിട്ടായിരിക്കാം കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങളെയും അവരെയും കൂടി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും ഒരു പടി ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരു പ്രണയം, അല്ലെങ്കിൽ ആ ഒരു ലവ്, കെയർ, അഫെക്ഷൻ എന്നൊക്കെ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മൾ പറയുന്ന പോലെ ഒരു 10 പേരോട് പറഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ബന്ധമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ ലൈഫിലുണ്ട് എന്ന് പറയാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ബന്ധം തന്നെയാണിത്. ഒരുപക്ഷെ ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ വാല്യൂ ഒക്കെ കൂടുതലായിട്ട് പുറത്ത് ആൾക്കാരോട് പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ നിങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു പേഴ്സണായിരിക്കാം ഇതെല്ലാം മറ്റുള്ളവരോട് പറയാനും, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് പലപ്പോഴും നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ഈ ഒരു പേഴ്സണായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 2 പേരും, നിങ്ങൾ മാത്രമെന്ന് പറയാൻ സാധിക്കില്ല, നിങ്ങൾ 2 പേരും ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് തന്നെ കരുതിയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരുപാട് നാൾ തുടരാൻ സാധിക്കും എന്നുള്ളൊരു തോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവരെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം, ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ഒരിക്കലും, അല്ലെങ്കിൽ എന്ത് റീസൺ വന്നു കഴിഞ്ഞാലും എന്നെ ഉപേക്ഷിച്ചിട്ട് പോവില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും വാല്യുബിളായിട്ട് 2 പേരും കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ടെംപ്റ്റേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു മൂന്നാമത്തെ ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു നെഗറ്റീവ് എനർജി ഇൻ ദ സെൻസ് എന്ന് പറയുമ്പോൾ, നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ള ഏതൊക്കെയോ തരത്തിലുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങളിൽ നിന്ന് അടർത്തി കൊണ്ടുപോകാൻ മാത്രം അവർക്ക് താല്പര്യം തോന്നുന്ന വേറെ ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ലവ് കാർഡ് പറയുന്ന പോലെ തന്നെ നമുക്കറിയാം, ആദത്തിൻ്റെയും അവയുടെയും കഥയിൽ ഒരാൾ ആ ഒരു പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോയതുകൊണ്ടാണ് പിന്നീട് അവർക്ക് തമ്മിലുണ്ടായിരുന്ന അത്രയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, അല്ലെങ്കിൽ ഇനി അത്രയും അധികം ഒരു സന്തോഷം ഉണ്ടാവാനില്ല എന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പിന്നീട് മറ്റൊരു തരത്തിലേക്ക് വരികയും അതിനെ തുടർന്ന് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്തത് ആ ഒരു പ്രലോഭനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്.
വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രീതിയിൽ ഒരിക്കലും പിരിയില്ല എന്ന് തന്നെ വിചാരിച്ച് ഒരു റെസ്പെക്റ്റോടു കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് പെട്ടെന്ന് തകിടം മറിഞ്ഞു പോയത്. ഇവിടെ വന്നിരിക്കുന്ന ഒരു ടവർ കാർഡ് പോലെ തന്നെ പെട്ടെന്നൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടായത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടി തന്നെ ആയിരിക്കാം ഈ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച് കാണില്ല ഇങ്ങനെയുള്ളൊരു തകർച്ചയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമെന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണാൻ ഒരു വഴിയില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ നെക്സ്റ്റ് ഡെക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അറിയാം, അവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറം അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്രത്തോളം അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം അവർ കൊടുത്തിരുന്നു. അപ്പോൾ അത്രയും ഒരു പ്രഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ഒരു ഹൃദയത്തിൽ കൊണ്ട് നടന്നിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അവർ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അവിടെ വന്നിരിക്കുന്ന ഒരു 8 ഓഫ് കപ്സിൻ്റെ എനർജി പോലെ അവർക്ക് അതിൽ നിന്നാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് ഒരു സാഹചര്യവശാൽ വന്ന് ഭവിച്ചതായിരിക്കാം. അതായത് ഇറങ്ങിപ്പോരേണ്ടുന്ന ഒരു സാഹചര്യം നിർബന്ധിതമായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഉണ്ടായതായിരിക്കാം. കുറച്ച് പേര് നമ്മൾ ആ ഒരു ടെംപ്റ്റേഷൻ കാർഡൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു ചില പാകപ്പിഴകളും തെറ്റുകളും കൊണ്ട് ഇറങ്ങിപ്പോയതാകും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഒരു കർമ്മദോഷമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടർ ആവാം, ഈ ഒരു പേഴ്സൺ അതിൽ നിന്ന് ചിലപ്പോൾ നിരാശയോടെ ആയിരിക്കാം, ഒരുപാട് വിഷമത്തോടെ ആയിരിക്കാം ഇറങ്ങിപ്പോയിട്ടുള്ളത്. ചില സ്പ്രെഡൊക്കെ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, പ്രത്യേകിച്ച് പേഴ്സണൽ റീഡിങ്ങിനൊക്കെ വരുമ്പോൾ ഈ രണ്ട് വ്യക്തികളും ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല അവർ പിരിഞ്ഞു പോയിട്ടുള്ളത്. രണ്ടുപേരുടെയും ഭാഗത്തും തെറ്റുണ്ടാവാറില്ല. അങ്ങനെയുള്ള ചില കേസസും വരാറുണ്ട്. അപ്പോഴൊക്കെയാണ് നമുക്കും അത് കാണുമ്പോൾ കൂടുതലായിട്ട് വിഷമം വരുന്നത്. കാരണം ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ കാരണം ഇവർ നിർബന്ധപൂർവ്വം മാറി നിൽക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സാഹചര്യവശാലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫാക്ടറിൽ അവർ നിർബന്ധമായിട്ട് പോകേണ്ടി വന്നതാണെങ്കിലും, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കട്ട് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കൂടി ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു ഇറങ്ങിപ്പോക്കാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർബന്ധിതമായിട്ട് പോകാനുള്ള എന്ത് സാഹചര്യമാണ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ചിലപ്പോൾ കോടതിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ കേസുകൾ, വഴക്കുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവത്തിനെ തുടർന്നൊക്കെ ആയിരിക്കാം ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, സർക്കാർ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ കോടതി വ്യവഹാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖാന്തരം സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളെ കാണാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ ഒരു പശ്ചാത്തലം ഇത്തരത്തിലുള്ളതാണ്. ചില നിർബന്ധിതമായ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ ഒക്കെ കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ള ആൾ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷനിൽ ദുഃഖിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡിൽ എന്താണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡ് വഴി നിങ്ങളുടെ ആ ഒരു പാസ്റ്റും അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയി എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് റിവീൽ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് നിങ്ങളുടെ റീഡിംഗ് ആണോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പ്രെഡാണോ എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇവർക്ക് ചില തടസ്സങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേദനയോടു കൂടിയാണെങ്കിലും ഇവർ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അവർക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ട്, അല്ലെങ്കിൽ ഒരു കയ്യകലത്തിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവാം, ഈ ഒരു പേഴ്സൺ എങ്ങനെ ഇതുപോലെ മാറി നിൽക്കാൻ സാധിക്കുന്നു, ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എങ്ങനെ ഇതുപോലെ മാറി നിൽക്കാനുള്ളൊരു മനസ്സുണ്ടാവുന്നു എന്നുള്ള ഒരു തോട്ടെല്ലാം നിങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും എന്താണ് ഈ ഒരു ഫാക്ടർ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിർബന്ധിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ അകന്ന് നിൽക്കേണ്ടി വരുന്നത്. ഇതെല്ലാം അറിയുമെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാനാവുന്നുണ്ടാവില്ല. അത്രത്തോളം ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ എങ്കിലും ഇവർക്ക് വന്നുകൂടെ എന്നുള്ളൊരു തോട്ടെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ അവരുടെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരും നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത്, അല്ലെങ്കിൽ ആരുടെ ഒപ്പമാണോ ഉള്ളത്, അവിടെ ഒന്നും അവർ ഹാപ്പിയല്ല. അവരുടെ മുൻപിൽ ഒരു പക്ഷേ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് പോലെ അഭിനയിക്കുന്നുണ്ടാവാം, പക്ഷേ മനസ്സുകൊണ്ട് അവർ ആ ഒരു തൃപ്തിയോടെ അല്ല അവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജി പോലെ അവിടെ അവർക്കൊരു ബോർഡമാണ്, അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ്.
എങ്കിലും ആ ഒരു വേഷം കെട്ടി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പല സമയത്തും അവർ ഇമോഷണലി വളരെയധികം പെയിൻഫുള്ളായി മാറുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ആ ഒരു 3 ഓഫ് സോർട്സിൻ്റെ എനർജി പോലെ ഹൃദയം നുറുകുന്നൊരു വേദന അവർക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യങ്ങളോ വ്യക്തികളോ ഒക്കെ തന്നെയാണ് അവർ മാറ്റി നിർത്താനുള്ളൊരു കാര്യം. നിങ്ങളുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇനി ചിലർക്ക് നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് ഇടുന്നുണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും തരുന്നുണ്ടാവില്ല. അതെല്ലാം ഇങ്ങനെയുള്ളൊരു ഭയം കാരണം തന്നെയാണ്. അപ്പോൾ അതിലെല്ലാം അവർക്ക് ഒരുപാട് ദുഃഖമുണ്ട്. അല്ലെങ്കിൽ ഈ അറിഞ്ഞുകൊണ്ട് മൗനമായിട്ടിരിക്കുക, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുക, ഇതെല്ലാം അവർക്കും അറിയാം എത്രത്തോളം പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ്, നിങ്ങളെ അത് വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് ഈ ഒരു പേഴ്സണും അറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ അവരും വളരെയധികം മാനസികമായി വേദനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് പുറമെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സൊസൈറ്റിയുടെ കണ്ണിൽ ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടായിരിക്കും തോന്നുക. ഒരുപക്ഷെ ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ വല്ല ഫ്രണ്ട്സിനോടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ സോഷ്യൽ മീഡിയയിലൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ ഇവർ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതായത് അവർ ആ ഒരു രീതിയിൽ ബാലൻസിങ് ആയിട്ടാണ് പോകാനായി ശ്രമിക്കുന്നത്. അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു വാളിറക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്രത്തോളം പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിലും അത് മറ്റാരെയും കാണാതിരിക്കാൻ, അല്ലെങ്കിൽ ആരും അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ മുൻപിൽ ഈ ഒരു പേഴ്സൺ അത്ര അധികം ദുഃഖിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷമം അവരുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതായിട്ടോ ആർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് പലപ്പോഴും അമർഷം തോന്നിയേക്കാം. കാരണം നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്ന് പോയിട്ടുള്ളൊരു വ്യക്തി ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നു, നിങ്ങളെ പാട് മറന്നു പോയോ എന്നുള്ള തോട്ടെല്ലാം നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ കറൻ്റ്ലി ഇവരുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഈ ഒരു രീതിയിലാണ് കടന്നു പോകുന്നതെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ഒരു നിയർ ഫ്യൂച്ചറിൽ അവർക്ക് ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അവരുടെ ലൈഫിൽ വീണ്ടും ഒരു തകർച്ച ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഒരുപക്ഷെ അവർക്ക് അത്ര നല്ലൊരു ടൈം ആയിരിക്കണമെന്നില്ല ഇനി മുന്നോട്ട് അങ്ങോട്ടുള്ളൊരു സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ട് വിഷമിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം ആ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഒരുപാട് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ ചിലവർക്കത് താങ്ങാൻ പറ്റണമെന്നില്ല. എപ്പോഴും ഈ ഒരു ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വരിക. അല്ലെങ്കിൽ നമുക്ക് പതിയെ ഗ്രാജുവലി വരുന്നൊരു സംഭവമല്ല, പെട്ടെന്ന് ഓർക്കാപ്പുറത്തെന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള തകർച്ച അവരുടെ ലൈഫിൽ ഇനിയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരിക്കലും എന്താ പറയുക ചിന്തിക്കാത്തൊരു രീതിയിലായിരിക്കാം അവർ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പണിയൊക്കെ അവരുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള സാധ്യത ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷൻ മറ്റുള്ളവരുടെ മുൻപിലാണെങ്കിൽ പോലും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ പോകുന്നു എന്ന ആളുകൾക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ തകരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു തകർച്ച, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന നെക്സ്റ്റ് ഒരു അടി എന്ന് പറയുന്നത് അവർക്ക് വീണ്ടും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇനി വന്നു ചേരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഭയന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാതെ അവരെ മാറ്റി നിർത്തിയിരിക്കുന്ന, അവരെ അകറ്റി നിർത്തിയിരിക്കുന്ന കാര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പേടിയെല്ലാം ഇവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഡിസ്ട്രക്ഷനോട് കൂടി ആയിരിക്കാം അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയൊന്നും നോക്കാനില്ല വരുന്നത് വരട്ടെ എന്നുള്ള എനർജിയിലേക്ക് ഇവർ ചിലപ്പോൾ മാറുന്നതായിരിക്കാം. അവർ വളരെയധികം പൂർവാധികം ശക്തമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ധൈര്യം കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ ഒരുപാട് സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ ഇത്രയും നാൾ അവരുടെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എല്ലാ സ്നേഹവും നിങ്ങളോട് പ്രകടമാക്കിക്കൊണ്ട് തന്നെ അത്രത്തോളം റൊമാൻറ്റിക്കായിട്ട് ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സ്നേഹമുണ്ടായിട്ടും അതൊന്നും നിങ്ങളോട് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ഈ ഒരു പേഴ്സൺ ജീവിച്ചു പോരേണ്ടുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു പേഴ്സൺ തന്നെയാണ് ഇവർ. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മൈൻഡിനുള്ളിൽ ഈ ഒരു സമയത്ത് ഒരുപാട് സ്നേഹവും ആ ഒരു മിസ്സിങ് ഫീലിങ്ങും, ചിലപ്പോൾ നിങ്ങളൊരു നല്ല പാട്ട് കേൾക്കുമ്പോൾ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഓർത്തേക്കാം. അല്ലെങ്കിൽ പല സമയത്തും ചിലപ്പോൾ വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു സോങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം വന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകുന്നത് നമ്മളുടെ മൈൻഡിൽ ആ ഒരു വ്യക്തിയോട് അത്രത്തോളം സ്നേഹം ഉണ്ടാകുമ്പോഴാണ്. അത്രത്തോളം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റാർക്കും കൊടുക്കാത്തൊരു സ്ഥാനം കൊടുത്ത് കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണും അവരുടെ മനസ്സിനുള്ളിൽ കരുതി വെച്ചിരുന്ന എല്ലാ സ്നേഹമായിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെയാണോ നിങ്ങളോട് പറയണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ പറയാൻ പറ്റാതെ പല കാര്യങ്ങൾ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനും അവരുടെ ലൈഫിലേക്ക് വീണ്ടും നിങ്ങളെ കൂട്ടാനുമായിട്ടാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ സാധിക്കുക.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ പാടെ തകർത്ത് കളയുന്ന അല്ലെങ്കിൽ അവരെ ഇമോഷണലി അത്രത്തോളം ബ്രേക്ക് ഡൗൺ ആക്കുന്ന ചില ഇൻസിഡൻസ് അവരുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഗുണം ചെയ്യും എന്നുള്ളതാണ്. കാരണം ഈ ഒരു അവസരത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ധൈര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിൽ എടുക്കേണ്ടുന്ന ഉറച്ച തീരുമാനമെടുക്കാനൊക്കെ അത് സഹായകരമാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. നിങ്ങളില്ലാത്തതിൽ അവർ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മാനസികമായിട്ട് ഒരു ഡള്ളായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് നിങ്ങളുടെ എനർജി ആണോ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണോ ഈ പറഞ്ഞത് എന്നുള്ളതെല്ലാം. എങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ 5 ആണ്. ലെറ്റർ ബി, ലിയോ സോഡിയാക് സൈൻ, നമ്പർ 31, നമ്പർ 18, ലെറ്റർ എൻ, ലെറ്റർ ഇസഡ്, നമ്പർ 15, ടോറസ് സോഡിയാക് സൈൻ, നമ്പർ 29, Pisces zodiac sign, September month, W, letter X, number 7, number 26, number 10, Capricorn zodiac sign, Gemini zodiac sign, number 12, letter O, letter M, letter Q, and last letter L. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിലൂടെ അത് ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഇത്രയും നാളും നിങ്ങളുടെ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എല്ലാം ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്, അല്ലാതെ അവർ മറ്റെവിടെയും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെയും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.